വിട്ട് നിൽക്കുകയുണ്ട് ഒക്കെ പിടിച്ചിട്ട് വലിക്കണം. അപ്പോൾ നമ്മൾ ഫ്ലൂട്ട് വാങ്ങിച്ചാലും നമ്മൾ സൂക്ഷിച്ചും കൂടെ വെക്കേണ്ട ഒരു ഇതും കൂടെ ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ടല്ല വെച്ചേക്കുന്നെങ്കിൽ ഫ്ലൂട്ട് പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. എൻ്റെ ഇരിക്കുന്ന തന്നെ ഇപ്പോൾ ഒരു 2-3 ഫ്ലൂട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഓർഡർ ചെയ്തപ്പോൾ തന്നെ പൊട്ടിയതായിട്ട് കിട്ടിയ ഫ്ലൂട്ടുകളും ഉണ്ട്, ഡാമേജ് വന്ന ഫ്ലൂട്ടുകളും ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂട്ട് കുറേ കാലത്തേക്ക് നല്ല രീതിയിലൊക്കെ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഫ്ലൂട്ടാണ്. എൻ്റെ അവസ്ഥ കണ്ടോ, വിട്ട് നിൽക്കുകയുണ്ട്. ഈ ഒരു ഫ്ലൂട്ട് രണ്ടായിട്ട് അടന്ന് മാറി നിൽക്കുകയുണ്ടോ. ഇതേപോലെ കുറേ ഫ്ലൂട്ടുകൾ എൻ്റെ ഉണ്ട്. ഈ ഒരു ഫ്ലൂട്ടും ഇതേപോലെ തന്നെ പൊട്ടിക്കേറിയിരിക്കുക ഉണ്ട്, കാണാമല്ലോ. ഉണ്ട്, ഇതേപോലെ പൊട്ടിയിരിക്കുക. ഇത് ഊതി കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് കേൾക്കത്തില്ല. സൗണ്ട് പകുതി കേൾക്കും, പകുതി കേൾക്കത്തില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം ഫ്ലൂട്ട് മേടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണും ഇതേപോലെ ഡാമേജ് വരാം. അപ്പം വീണ് കഴിഞ്ഞാൽ ഫ്ലൂട്ട് പൊട്ടിപ്പോവും. പിന്നെ നമ്മൾ ഒട്ടിച്ചാലും, ഞാനിപ്പോൾ ഈ ഫ്ലൂട്ടെല്ലാം ഒട്ടിച്ചിട്ടും അത് നിൽക്കത്തില്ല, പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കതിനകത്ത് 1-2 കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്ലൂട്ട് മേടിച്ചിട്ട് ഊതിയതിന് ശേഷം, എന്തായാലും നമ്മൾ ഊതി കഴിഞ്ഞ ശേഷം അതിനുള്ളിലോട്ട് തുപ്പൽ വീഴും. അപ്പോൾ ആ ഒരു നനവ് അവിടെ കാണും. പിന്നെ പൊടിയൊക്കെ കയറിയിട്ട് അവിടുന്ന് ഡാമേജ് വരാൻ തുടങ്ങും. അപ്പോൾ ഫ്ലൂട്ട് എപ്പോഴും നല്ലപോലെ ഊതിന് ശേഷം ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. അതിനകത്തു നിന്നായിരിക്കും ഡാമേജ് വരുന്നത്. പിന്നെ പുറത്ത് ഡാമേജ് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഇതേപോലെ നമ്മൾ ത്രെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ താഴെ വീണാൽ പൊട്ടത്തില്ല, അതോടൊപ്പം ഇതേപോലത്തെ ത്രെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ താഴെ വീണാലും ഒന്നും പറ്റത്തില്ല. ചവിട്ടാവുന്ന ഇരുന്നാൽ മതി. ഇതേപോലുള്ള ത്രെഡ് വേണം. ഇപ്പം ഇത് PVC ഫ്ലൂട്ടാണ്. ഇത് PVC ഫ്ലൂട്ടാണ്. നമ്മുടെ അല്ലാത്ത ഓടക്കുള്ളിലാണെങ്കിൽ താഴെ വീണാൽ പൊട്ടും. ഇപ്പം എൻ്റെ ഇരിക്കുന്ന പൊട്ടിയതെല്ലാം ഓടക്കുള്ള PVC പൈപ്പ് പൊട്ടത്തില്ല, ഇത് പൊട്ടിപ്പോവും. ഇതേപോലുള്ള ത്രെഡ് ചുറ്റിയായിരിക്കും അവർ തരുന്നത്. പക്ഷേ ഇത് നമ്മൾ കൈ കുറേ നാൾ പിടിച്ചു കഴിഞ്ഞ ശേഷം ഈ ത്രെഡ് ലൂസ് ആവുകയും അഴിഞ്ഞു പോവുകയും ചെയ്യും. ഒട്ടിച്ചല്ല അവർ വെച്ചേക്കുന്നത്, അവർ കെട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഇളകിപ്പോവും. അപ്പം നമ്മൾ തന്നെ ത്രെഡ് ഇടേണ്ടി വരും. ഈ സെല്ലോ ടേപ്പൊന്നും ചുറ്റി വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ സെല്ലോ ടേപ്പ് ചുറ്റി വെച്ചേക്കുക. പക്ഷേ ഇത് എൻ്റെ നിന്ന് താഴെ വീണപ്പോൾ പൊട്ടിപ്പോയി. സെല്ലോ ടേപ്പ് ചുറ്റി വെച്ചിട്ട് കാര്യമില്ല, താഴെ വീണാൽ പൊട്ടിപ്പോവും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഫ്ലൂട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു കമ്പി എടുത്തേക്കുന്നത് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേസ് ഫ്ലൂട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വേണം. അപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ഫ്ലൂട്ട് അനുസരിച്ച് അതനുസരിച്ചുള്ള ആ ഒരു കമ്പി എടുത്താൽ മതി. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് തുണി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ കോട്ടൻ്റെ പഞ്ഞി ഉപയോഗിക്കാം. ഇതേപോലെ കുറച്ച് പഞ്ഞി എടുത്തിട്ട്, പഞ്ഞി എടുത്തിട്ട് ഇതിൻ്റെ തുമ്പത്തോട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റി എടുക്കും. അപ്പം എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളെ ഫ്ലൂട്ട് ഒത്തിരി ടൈറ്റായിട്ട് ഫ്ലൂട്ടിനകത്ത് കയറരുത്. ലൂസായിട്ട് തന്നെ ഇരുന്നാൽ മതി. ഒത്തിരി ടൈറ്റായിട്ട് കയറ്റി കഴിഞ്ഞാൽ നമ്മളെ ഫ്ലൂട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകും. നമ്മളങ്ങനെ ഒരുപാട് ടൈറ്റ് കുത്തി കയറ്റി കഴിഞ്ഞാൽ. അപ്പം ലൂസായിട്ട് തന്നെ ഇരിക്കണം, ഒരുപാട് ടൈറ്റ് വെക്കരുത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ നൂല് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. നൂല് ഉപയോഗിച്ച് ചുറ്റണം, അല്ലെങ്കിൽ ഈ പഞ്ഞ് കയറി ഫ്ലൂട്ടിനകത്ത് കയറി ജാമാവും. പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതേപോലെ നൂല് വെച്ചൊന്ന് ഇതേപോലെ ചുറ്റി കൊടുത്താൽ മതി. ചുറ്റി കൊടുത്ത് ഒന്ന് കെട്ടിയെടുത്താൽ മതി. ഓക്കെ, ഇതേപോലെ ഒന്ന് കെട്ടിയെടുത്താൽ മതി. ഇതേപോലെ കാണാമല്ലോ. ഇതേപോലെ ഒന്ന് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൂട്ട് നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ടൈറ്റായിട്ടിരിക്കരുത്. ഇതുണ്ടോ, ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിൽ എടുക്കാവുള്ളൂ. ഒരുപാട് ടൈറ്റിൽ നിങ്ങൾ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിയുമ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്ലൂട്ട് ചിലപ്പം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു മീഡിയം ടൈപ്പ് എടുക്കണം. അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നിടത്ത് എന്തെങ്കിലും തേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത്രയും പൊടി ഇതിനകത്തുണ്ട്.
ക്ലീൻ ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ യൂസ് ചെയ്യാം. സ്പ്രേ ഇതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി. പെട്ടെന്ന് ഈ അന്തരീക്ഷത്തിൽ ലയിച്ച് പോകുന്ന സാധനം വേണം എടുക്കാൻ ആദ്യമായിട്ട് പോകുന്നത്. സാനിറ്റൈസറോ അല്ലെങ്കിൽ സ്പ്രേയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പിരിറ്റ് പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഒരുപാട് ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടൊന്ന് ക്ലീൻ എടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഊതുകയും ചെയ്യരുത് കേട്ടോ. ഈ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അപ്പം തന്നെ ഊതരുത്. നിങ്ങൾ ഊതിയതിന് ശേഷം ക്ലീൻ ചെയ്ത് മാറ്റി അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ പൊടി കയറാതിരിക്കാൻ ഇതേപോലുള്ള എന്തെങ്കിലും കവർ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ തന്നെ ഫ്ലൂട്ട് വാങ്ങിച്ചപ്പോൾ കിട്ടിയ കവറാണ്. നിങ്ങൾക്ക് PVC പൈപ്പും കട്ട് ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫ്ലൂട്ട് നമ്മുടെ ഇതിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കോർക്ക് ഉണ്ടാക്കി അടച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പൊടി കയറത്തില്ല, താഴെ വീണാലും ഒന്നും പറ്റത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു വെക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ ത്രെഡ്. നമ്മൾ ഫ്ലൂട്ട് വാങ്ങിക്കുമ്പോൾ ത്രെഡ് ഇട്ടാണ് അവർ തരുന്നത്. ത്രെഡ് അറിയാമല്ലോ, ഇതെല്ലാം ത്രെഡാണ്. ത്രെഡ് ഇട്ട് അവർ തരും. ഓക്കെ, ഇതെല്ലാം ത്രെഡ് ഇട്ടാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നൂലൊക്കെ ഇതേപോലെ ഇളകും, കളർ പോവും. ഈ സൈഡിൽ നൂലില്ല, അതാണ് ഈ സൈഡ് പൊട്ടിയത്. ഓക്കെ, ഈ സൈഡിൽ നൂലില്ല, ഈ ഭാഗത്ത് നൂല് പോയി, അങ്ങനെ വീണ് ഫ്ലൂട്ട് പൊട്ടിപ്പോയി. അപ്പം ത്രെഡ് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ത്രെഡ് ഇടണം. ഞാനത് ഈ സൈഡിൽ തന്നെ കൊടുത്തേക്കാം. ഓൺലൈനിൽ ത്രെഡ് കിട്ടും, നൈലോണിൻ്റെ ത്രെഡ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഓൺലൈനിൽ ഇത് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ വില ഉണ്ട് 400 രൂപയാണ്. 12 കളറിന് 400 രൂപ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ചൂണ്ട വള്ളിയാട്ടോ കെട്ടിയിരിക്കുന്നത്. ഫോക്കസ് ആവുമെന്ന് അറിയത്തില്ലെന്ന് കാണിച്ചു തരാം. ഇത് ചൂണ്ടയുടെ വള്ളിയാണ് കെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ കെട്ടിയാലും മതി, ഏത് രീതിയിലാണെങ്കിലും മതി. നിങ്ങൾക്ക് നൈലോണിൻ്റെ മേടിക്കാൻ പറ്റുമെങ്കിൽ നൈലോണിൻ്റെ മേടിക്കുക. PVC പൈപ്പിന് ആവശ്യമില്ലെങ്കിലും നമ്മൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചുറ്റിയതാണ്. ഇത് നമ്മൾ ലോക്കൽ കടയിൽ നിന്ന് മേടിച്ച സാധാ നൂല. ഇത് നൈലോൺ അല്ല, നൂലിങ്ങനെ പൊഴിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് ചുറ്റേണ്ട രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ചുറ്റുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആ രീതി ചുറ്റിയാൽ മാത്രമേ ഈ കെട്ട് പുറത്ത് കാണാതിരിക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെട്ട ഉപയോഗിക്കുന്ന വള്ളിയുടെ ആ ഒരു കെട്ട് വരുമല്ലോ, അത് പുറത്ത് കാണത്തില്ല. പുറത്തുനിന്ന് പറഞ്ഞാൽ അത് കാണത്തില്ല, കെട്ട് അവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആ നൂല് വാങ്ങിച്ചാൽ മതി. ഏകദേശം ഒരു ഞാൻ നോക്കിയപ്പോൾ 400 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നത്. അല്ലാതെ ഇനി വേറെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഒരെണ്ണമായിട്ടൊക്കെ കിട്ടുമോയെന്ന് അറിയത്തില്ല. അതൊരു സെറ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഫ്ലൂട്ട് കെട്ടാൻ നല്ലതാണ്, അത് കുറേ കാലം നിൽക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ നൂല് ചുറ്റിന് ശേഷം കുറച്ച് ഫ്ലെക്സ് ഹൂക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് പോകത്തേയില്ല, അഴിഞ്ഞ് പോകത്തേയില്ല, അത് അവിടെ തന്നെ നിന്നോളും. അപ്പോൾ കെട്ടുന്ന എങ്ങനെയാണെന്നൂടെ ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അത് വീട്ടിൽ ഇരുന്ന് കെട്ടാൻ പറ്റും. അപ്പോൾ ഈ ഫ്ലൂട്ട് താഴെ വീണ് പൊട്ടിപ്പോവും എന്നുള്ള പേടി പിന്നെ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്നൂടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഇപ്പം നൈലോണിൻ്റെ നൂലില്ല കേട്ടോ, ഇതുപോലത്തെ സാധാ ഒരു വള്ളി കേട്ടോ. നമുക്കിത് വെച്ചൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വള്ളി വെച്ച് നമുക്ക് തൽക്കാലം കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലത്തെ ഒരു സാധാരണ വള്ളി വെച്ച് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ കെട്ടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് കാണിക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് വള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്ലൂട്ടിൽ ചുറ്റാനാണെങ്കിൽ റോളായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് നിർത്തുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വള്ളിയാണ്. നമുക്ക് ഈ ഫ്ലൂട്ട് എടുക്കാം. ഓക്കെ, ഇത് വെക്കുമ്പോൾ ഈ രീതിയിൽ കാണാമല്ലോ, ഈ രീതിയിൽ വള്ളി വെക്കുക. ഇങ്ങനെ രണ്ടാക്കി, ഫുള്ളല്ല, ഇത്ര നീളം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും നീളം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ മുതൽ ഇത്രയും നീളം എടുത്തിട്ടുള്ളൂ. ഇത്രയും നീളമൊന്നും എടുക്കണ്ട, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഫ്ലൂട്ടിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന്, ഇതിപ്പോൾ പൊട്ടിയ ഫ്ലൂട്ടാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ വെക്കുക. ഓക്കെ, ഈ രീതിയിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇതേപോലെ പിടിക്കുക. തള്ളവല്ല വെച്ച് ഈ എൻഡ് സൈഡ് ഒന്ന് പിടിക്കുക. ഇത്രയേ ഉള്ള വള്ളിയുടെ നീളം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളെടുത്ത വള്ളിയുടെ നീളം. മടക്കി വെച്ചേക്കുന്നതിൻ്റെ നീളം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ മുതൽ ഇത്രയും. ഓക്കെ, ഉണ്ടല്ലോ. ഇനി ഈ വള്ളി ഉപയോഗിച്ചാണ് നമ്മൾ ചുറ്റുന്നത്. ബാക്കി ഈ വരുന്ന വള്ളി ഉപയോഗിച്ചാണ് ചുറ്റുന്നത്. ഇതേപോലെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഫ്ലൂട്ടിൻ്റെ
ഇതിൻ്റെ ഓപ്പോസിറ്റ് വേണം ഇത് കൊണ്ടുവെക്കാൻ. ഇവിടെ വെക്കരുത്, ഈ ഹോളിൻ്റെ നേരെ വെക്കരുത്, നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊണ്ട് വെക്കണം. ഓക്കെ, ഇങ്ങനെ വെച്ച് കെട്ടരുത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കെട്ട് ഇവിടെ വരും, ഈ ഭാഗത്ത് വരും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് കൊണ്ടുപോകുക. ഹോൾ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ കൊണ്ട് വെക്കുക. ഓക്കെ, ഇവിടെ കൊണ്ട് ഇങ്ങനെ വെക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. ഓക്കെ, ഏത് രീതിയിലും വേണം വെക്കാം. നിങ്ങൾക്ക് സൗകര്യം ഏതാണെന്നോ ആ രീതി. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വെക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വെക്കാം. ഓക്കെ, ഏത് സൈഡിൽ നിന്നാണെങ്കിലും നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ വള്ളി താണ്ട് കിടക്കുന്നത് ഉണ്ട്, ചെറിയ വള്ളി താണ്ട് നമ്മൾ മടക്കേണ്ട ഒരു ഭാഗം ഇതാണ്. ഇനി ഈ ഭാഗം മറുഭാഗം, അപ്പം ഈ തള്ളവരലുകൊണ്ട് ഈ ഭാഗം നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആട്ടോ ചുറ്റുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ. ഇവിടെ ഫോക്കസ് ആവുന്നില്ല, ഫോക്കസ് ആയിട്ടുണ്ട്. ഇതേപോലെ ചുറ്റി എടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഇതേപോലെ ചുറ്റണം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ വലിക്കുമ്പോൾ നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ മുറുക്കുക. ഓക്കെ, ടൈറ്റ് ചെയ്ത് തന്നെ പോകണം, ലൂസാക്കരുത്. ലൂസാക്കാതെ ഇതേപോലെ ചുറ്റണം. ഇതേപോലെ ചുറ്റി കൊണ്ടുപോകണം. അതുകൊണ്ട് ഇതേപോലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഇതേപോലെ ടൈറ്റാക്കി വേണം പോകാൻ. ഒന്നെങ്കിൽ നിങ്ങൾ ചുറ്റുന്ന കെട്ടെത്രാന്ന് എണ്ണി ചുറ്റണം. ഓക്കെ, എണ്ണി ചുറ്റണം, അല്ലെങ്കിൽ ഏകദേശം ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഇല്ല നിങ്ങൾ അടുത്ത കളർ ചുറ്റുമ്പോൾ അത് ചെറുതും വലുതാവുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഏകദേശം ആ ഒരു ചുറ്റുന്നതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രേ ചുറ്റുന്നുള്ളൂ. ഓക്കെ, ഇത്രയും മതി നമുക്ക്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രേ ചുറ്റുന്നുള്ളൂ. ഓക്കെ, ഇത്രയും വലിയ നൂലല്ല കേട്ടോ. മറ്റേ നൂലെന്ന് പറയുമ്പം ചെറുതാണ്, ഇതിനേക്കാളും ചെറുതാണ്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചുറ്റിയതിന് ശേഷം ഈ ലാസ്റ്റ് വരുന്ന ഈ ഒരു പീസ്, ഈ ഒരു പീസ്, ഇത് നമ്മുടെ ഈ ഒരു റോളുണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഇതിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട്, ഇത് എങ്ങനെ ഇങ്ങനെ കയറ്റി വെക്കാം, അല്ലെങ്കിൽ ഇത് വഴി കൂടെ കയറ്റാം. എന്തായാലും ഇതിനകത്തൂടെ കയറ്റി ഇങ്ങനെ പിടിക്കണം. ഓക്കെ, നല്ല ടൈറ്റ് ആക്കണം. ഏതെങ്കിലും ഭാഗം ടൈറ്റ് ആവുണ്ടെങ്കിൽ നല്ല പോലെ ടൈറ്റ് ആക്കണം. ഓക്കെ, എന്നിട്ട് ഈ വള്ളിയിൽ ഓക്കെ, ഈ വള്ളിയിൽ ഇതൊക്കെ പിടിച്ചിട്ട് വലിക്കണം. ഉണ്ട് ഇതേപോലെ. ഓക്കെ, അപ്പോൾ നല്ല ടൈറ്റ് ആണോ നോക്കിയിട്ടേ വലിക്കാവൂ. ലൂസ് ആക്കരുത്. ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ അത് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ടൈറ്റ് ആണോ എന്ന് ഫുള്ള് നോക്കണം. എന്നിട്ട് നല്ല ടൈറ്റ് പിടിച്ച് അകത്തോട്ടങ്ങ് വലിക്കണം. ഓക്കെ, ഉണ്ട് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് പിടിച്ച് അകത്തോട്ട് വലിക്കണം. ഇതിൻ്റെ ഉള്ളിൽ കയറി പോകണം. ഓക്കെ, എന്നുവെച്ചാൽ അതിൻ്റെ കെട്ടേ കാണരുത്. ചെറിയൊരു ആ കെട്ടിൻ്റെ ഒരു മുഴപ്പ് വരും, പക്ഷേ അത് പ്രശ്നമല്ല. നമ്മൾ നല്ലപോലെ ഇതേപോലെ വലിച്ച് ഉള്ളിലോട്ട് കയറണം. ഇത്രയെങ്കിലും നമ്മൾ വലിച്ചതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഇതേപോലെ ഉള്ളിൽ കയറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ അത് കാണാൻ പറ്റത്തില്ല. ഇതേപോലെ ഇരിക്കും, കെട്ടും പുറത്ത് കാണത്തില്ല. ഇനി നമ്മളിതങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇത് അഴിഞ്ഞു പോകത്തൊന്നുമില്ല. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. അതുകൊണ്ട് ഇതേപോലെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തങ്ങ് വിട്ടാൽ മതി. ഇതേപോലെ കട്ട് ചെയ്തങ്ങ് വിട്ടാൽ മതി. അപ്പോൾ ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് താഴെ വീണ് പൊട്ടിപ്പോകത്തില്ല. അവിടെ ആ കെട്ടും കാണത്തില്ല. കണ്ടോ, ആ കെട്ടിൻ്റെ ഒരു ഇത് പോലും കാണാം. ഇപ്പം നമ്മൾ ഇത്രയും വലിയ കനമുള്ള കെട്ടുകൊണ്ടാണ് ഇത് ഞാൻ തന്നെ ചുറ്റിയതാണ്. ഇത് കണ്ടോ, ആ ഒരു കെട്ടിൻ്റെ ഒരു ഇത് പോലും കാണത്തില്ല. അതുകൊണ്ട് കെട്ട് വന്നേക്കുന്നുണ്ട് ഈ ഒരു സൈഡിലാണ് കേട്ടോ. കെട്ട് വന്നേക്കുന്നുണ്ട് ഈ ഒരു സൈഡിലാണ്. അവിടെ ഒരു ലൈനുണ്ട്, കാണാൻ പറ്റും. പക്ഷെ മുഴപ്പില്ല, മുഴച്ചൊന്നും ഇരിക്കുമല്ല. ഈ സൈഡിലാണ് ഞാൻ അതിൻ്റെ കെട്ട് വന്നേക്കുന്നത്, ഈ ഒരു സൈഡിൽ എല്ലാത്തിൻ്റെയും. അപ്പോൾ നമ്മൾ ഓരോ കളറായിട്ട് ചുറ്റുമ്പോൾ അതിനുള്ള ഗ്യാപ്പ് വിട്ട് ചുറ്റണം. ചുറ്റുന്നതിൻ്റെ അളവുകൾ ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ഇത് വലുതും ഇത് ചെറുതും അങ്ങനെ പോകാതെ എല്ലാം ഒരേ ലെങ്തി വരാൻ വേണ്ടി നോക്കണം. ഇതിപ്പോൾ ഇത് വലുതും ഇത് രണ്ടും ചെറുതും ഒരേ അളവും. അപ്പോൾ ചുറ്റുമ്പോൾ അത് എണ്ണി ചുറ്റണം. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് താഴെ വീണാലും പൊട്ടിപ്പോകത്തില്ല. ഓക്കെ, ഫ്രൂട്ട് താഴെ വീണാലും പൊട്ടിപ്പോകുമെന്ന് പേടിക്കണ്ട. ചവിട്ടാതൊന്നും ഇരുന്നാൽ മതി. നമ്മൾ ചവിട്ടതൊന്നും ചെയ്ത് ചവിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. താഴെ വീണാൽ പൊട്ടത്തില്ല. ഈ ഫ്രൂട്ടെല്ലാം നമ്മുടെ ഇന്ന് താഴെ വീണ് പൊട്ടിപ്പോയതാണ്. താഴെ വീണ് ഡാമേജ് ആയ ഫ്രൂട്ടാണ്. ഞാൻ ഇത് ഒട്ടിച്ചേ, പക്ഷേ ഒട്ടിച്ചിട്ട് ഇത് നിൽക്കത്തില്ല. അത് വീണ്ടും പോവുകയാണ്. ഇങ്ങോട്ട് പൊട്ടലുണ്ട്. അപ്പോൾ നമ്മളിത് അകം എപ്പോഴും നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്യണം.
ഇതേപോലെ അകം നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മുടെ ഹോളിൻ്റെ ഭാഗമൊക്കെ ഈ ഭാഗം നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അകത്തുനിന്ന് ഡാമേജ് വരാൻ തുടങ്ങും. അകത്തുനിന്ന് ചെറിയ ചെറിയ ഹോളുകളും ഇതിനകത്തുനിന്നൊരു പൊടി ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ഈ ഫ്ലൂട്ടിനകത്തൊക്കെ. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. സാനിറ്റൈസറോ അല്ലെങ്കിൽ സ്പിരിറ്റോ അല്ലെങ്കിൽ സ്പ്രേ ഉണ്ടല്ലോ, നമ്മുടെ സാധാ ബോഡി സ്പ്രേ, അതൊന്ന് ആ പഞ്ഞിക്കകത്തൊന്ന് അടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചാൽ മതി. നമ്മൾ ഊതിയതിന് ശേഷം നമ്മൾ ഊതുമ്പോൾ എന്തായാലും ഇതിനകത്ത് തുപ്പൽ ഇറങ്ങും. തുപ്പൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് കയറി പൊടി പിടിക്കും. അങ്ങനെയാണ് ഡാമേജ് വരുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്ലൂട്ട് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുക. ഇത് താഴെ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ താഴെ വീഴും, ഫ്ലൂട്ട് ഉരുണ്ട് പോകും. അപ്പോൾ അത് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഇന്നിപ്പം 2-3 ഫ്ലൂട്ടിന് ഇതേപോലെ താഴെ വീണ് ഡാമേജ് പറ്റി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ ആ നെയിലോണ്ട നൂലില്ല. നമ്മൾ സാധാരണ നൂല് വെച്ചാണ് ഞാൻ ചുറ്റി വെച്ചേക്കുന്നത്. നെയിലോണ്ട നൂല് എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല. സാധാ ലോക്കലിൻ്റെ നൂല് വെച്ചാണ് ഞാൻ ചുറ്റിയത്. ഒരെണ്ണത്തിനകത്ത് ഞാൻ സെല്ലോ ടൈപ്പ് വെച്ച് ചുറ്റി, എന്നിട്ടും അത് താഴെ ഒന്ന് ചെറുതായിട്ട് വീണപ്പോഴേ അത് പൊട്ടി. അതങ്ങനെ ചെറുതായിട്ട് ഒന്ന് കുത്തി വീഴുമ്പോഴേക്കും ഫ്ലൂട്ട് പൊട്ടിപ്പോകും ചിലപ്പം. അപ്പോൾ ഈ ത്രെഡ് ഉണ്ടെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് നിൽക്കും. വീണാലും അതിന് ഒരു ചലനവും വരത്തില്ല. അല്ലെങ്കിൽ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. പിന്നെ നമ്മൾ പുതിയത് മേടിക്കണം. ഒട്ടിച്ചാലൊന്നും ശരിയാകത്തില്ല. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് അതേ രീതിയിൽ ആ വള്ളി വാങ്ങിച്ചിട്ട്, വള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൂല് വാങ്ങിച്ച് ചുറ്റി കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചുറ്റിയതിന് ശേഷം ഈ കെട്ട് വരുന്ന ആ ഒരു സൈഡുണ്ടല്ലോ, ഇതിനകത്തല്ല, തടിയിലല്ല, ആ നൂല് വന്ന ഭാഗത്ത് മാത്രം കുറച്ച് പശയോ ഫ്ലസ്കൊക്കെ ജസ്റ്റ് ഒന്ന് തടവി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കെട്ട് കഴിഞ്ഞ് പോകത്തില്ല. ഓക്കെ. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് നമ്മുടെ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, ഏറ്റവും നൈസായിട്ടുള്ള സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് പിടിക്കണം. നല്ല രീതിയിലൊന്ന് പിടിച്ചിട്ട് പോളിഷ് മേടിക്കാൻ, തടി ഉഡി അടിക്കുന്ന പോളിഷുണ്ട്, ആ പോളിഷ് മേടിച്ച് 1-2 കോട്ട അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റാതെ അങ്ങനെ തന്നെ ഇരുന്നോളൂ. വീണ്ടും നമ്മൾ ഇതെല്ലാം ത്രെഡ് വാങ്ങിച്ച് ചുറ്റി വെച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു ഫ്ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 150 രൂപയ്ക്ക് വാങ്ങിച്ച ഫ്ലൂട്ടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 6 വർഷമായിട്ട് ഇത് എൻ്റെ തന്നെ ഉണ്ട്. ഇതിപ്പം പോളിഷ് ചെയ്തിട്ട് ഇപ്പം ഒരുപാട് നാളായി, ഒത്തിരി നാളായി പോളിഷ് ചെയ്തിട്ട്. ഇതുണ്ടോ, ചൂണ്ടയുടെ വള്ളി വെച്ച് ഞാൻ ചുറ്റി വെച്ചേക്കുന്നത്, നെയിലോണല്ല, ചൂണ്ട നൂല് വെച്ച് ഞാൻ ചുറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര നാളായിട്ട് എൻ്റെ വന്നപ്പോൾ കുറച്ച് ചെറിയ ഡാമേജുകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഓർത്തോണം, ഇത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ വീണാലും പൊട്ടത്. ഇതും എൻ്റെ താഴെ വീണിട്ടുണ്ട്. 1-2 ഫ്ലൂട്ടിന് മാത്രമേ കവറുകളുള്ളൂ. ഇല്ല, നമ്മൾ അതേ അളവിനുള്ള PVC മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരടപ്പം ഫിറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ താഴെ വീണ ഒന്നും വരത്തില്ല. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ സൂക്ഷിക്കുക. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനം നശിപ്പിച്ച് കളയരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.